മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ITI ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. അവർക്ക് അധികം അങ്ങനെ വലിയൊരു വേക്കൻസി ഉള്ള PSC എക്സാംസുകളൊന്നും വരാറില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതാ കഴിഞ്ഞ തവണ 500-ലധികം, അതായത് ഇതുവരെ അതിപ്പോൾ ലിസ്റ്റ് വാലിഡ് ആണ്, ഇതുവരെ 500-ലധികം അഡ്വൈസ് പോയിട്ടുള്ളൊരു പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് 2020-ലാണ്. 2020 ആ ഒരു കൊറോണ സമയമൊക്കെ നിങ്ങൾക്കറിയാം. 2020 നോട്ടിഫിക്കേഷൻ വന്ന് 2021 എക്സാം നടന്ന് പിന്നെ 2022 റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് അപ്പോൾ ഇതുവരെയുള്ള സമയത്തിനുള്ളിലാണ് നമുക്ക് 500-ലധികം അഡ്വൈസുകളാണ് ആ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സിവിൽ എഞ്ചിനീയേഴ്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓവർസിയർ എക്സാംസുകളുണ്ട്, അതിലും കുറേ എണ്ണം നല്ല വേക്കൻസി ഉള്ളത്. അപ്പോൾ അത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു പോസ്റ്റ് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഗവൺമെൻറ് എക്സാമിന് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വപ്നം കാണുന്നവർക്ക് പറ്റിയ നല്ലൊരു അവസരമാണ് ഈ KWA വാട്ടർ അതോറിറ്റി, നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ നേരത്തെ തയ്യാറെടുപ്പുകൾ നടത്തി നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു റാങ്ക് വാങ്ങിയാൽ നമുക്കൊരു 500 താഴെ അഡ്വൈസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 200-300 ഉള്ളിൽ തന്നെ റാങ്ക് വാങ്ങിയാൽ നമുക്ക് ഈ ഒരു ജോലി ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പുതിയ KWA ഓപ്പറേറ്ററിൻ്റെ ബാച്ച് സൈലം ടെക്നിക്കലി വരുന്ന ഡിസംബർ 22-ന് പുതിയൊരു ഓൺലൈൻ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം 100 മാർക്ക് അല്ലേ. നമുക്ക് ഈ ഒരു എക്സാം സാധാരണ എല്ലാ ടെക്നിക്കൽ PSC എക്സാം പോലെ 90 മിനിറ്റ് 100 മാർക്കായിരിക്കും PSC എക്സാം വരുന്നത്. അതിൽ 50 മാർക്ക് എന്ന് പറയുന്നത് മെക്കാനിക്കൽ നിമി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കും 50 മാർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൻ്റെ നിമി ബേസ്ഡ് ടോപ്പിക്കും ആയിരിക്കും. മെക്കാനിക്കലായിരിക്കും ഇലക്ട്രിക്കൽ പഠിക്കണം, ഇലക്ട്രിക്കലായിരിക്കും മെക്കാനിക്കലും പഠിക്കണം. അതായത് 50-50 നമുക്ക് എന്ത് വരിക സിലബസിൽ അതിൻ്റെ ടോപ്പിക്കുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു സിലബസ് കവർ ചെയ്തെടുക്കാൻ പറ്റൂ. കാരണം നിങ്ങൾക്കറിയാം പണ്ടത്തെ പോലെയല്ല, PSC നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 4 മാസത്തിനുള്ളിൽ 5 മാസത്തിനുള്ളിൽ തന്നെ എക്സാംസുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അതും നമുക്ക് എക്സാമിൻ്റെ 2 മാസം മുമ്പേ സിലബസ് അറിയും, പുതിയ സിലബസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ സിലബസ് മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും നമ്മൾ ക്ലാസ്സുകളിൽ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ KWA ഓപ്പറേറ്ററിൻ്റെ സിലബസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ബാച്ച് വരുന്ന ഡിസംബർ 22-ന് ഓൺലൈനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത് നിങ്ങളുടെ സിലബസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി റെക്കോർഡറായിട്ടും. അപ്പോൾ നിങ്ങൾ ഈ റെക്കോർഡർ ക്ലാസ്സുകളുടെ ഡൗട്ടുകൾ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ഒരു വീക്കിലി 2 ദിവസം, അത് ഫ്രൈഡേ അല്ലെങ്കിൽ വെനസ്ഡേ അതുപോലെ അല്ലെങ്കിൽ തേഴ്സ്ഡേ ആൻഡ് ട്യൂസ്ഡേ, ആ രീതിയിൽ നിങ്ങൾക്ക് വീക്കിലി ഒരു 2 ദിവസം ലൈവ് സെഷൻസുകൾ ഉണ്ടാവും. ഈ ഒരു സെഷൻസുകളിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓരോ ടോപ്പിക്കുകൾ ചാപ്റ്ററുകൾ തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാംസുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബാച്ചിൻ്റെ ഫീസ് വരുന്നത് 2499 അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ അവസാനത്തിലോട്ട് മാറ്റി വെക്കാതെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ മെക്കാനിക്കലാർക്ക് ഇലക്ട്രിക്കൽ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ ഇലക്ട്രിക്കലാർക്ക് മെക്കാനിക്കൽ പഠിക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങി ആ ക്ലാസ്സുകൾ കറക്റ്റ് അറ്റൻഡ് ചെയ്ത് നോട്ടുകൾ എഴുതി നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന ഓപ്പറേറ്റർ എക്സാംസിന് അപ്പോൾ നമുക്ക് ഒരു 2-3 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ 2026 ഒരു ജൂൺ ജൂലൈയിലേക്ക് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എക്സാം എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന വർഷം എൻ്റെ ഒരു ജീവിതത്തിലൊരു മാറ്റം വേണം, എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ ഒരു കരിയർ ഒന്ന് സെറ്റ് ചെയ്യണം, ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കണമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം അതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്. കാരണം നമുക്ക് ITI ഡിപ്ലോമ ബിടെക് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഹയർ ക്വാളിഫിക്കേഷൻ യൂസ് ചെയ്ത് ബിടെക് എംടെക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഏറ്റവും മുന്നിലുള്ള ഇതെന്ന് പറയുന്നത്. നമുക്ക് എന്താണ്, നമ്മളത് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ലൊരു എന്താ പറയുക, ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അത് റിവൈസ് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസുകൾ മാക്സിമം ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിൽ നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ പറ്റൂ. നമ്മുടെയൊക്കെ സ്വപ്നമായിട്ടുള്ള ഗവൺമെൻറ് ജോലി അല്ലെ, നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് 2026 തന്നെ നേടിയെടുക്കാം. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ഈ വരുന്ന ഡിസംബർ 22-നാണ് നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, എക്സാംസുകൾ എഴുതുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബാച്ചിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഓൺലൈൻ ബാച്ചാണ് വരുന്നത്. സൈലത്തിൻ്റെ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്ന, എക്സാമും അതൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു KWA ഓപ്പറേറ്റർ 2.0 എന്ന് പറഞ്ഞ് സൈലത്തിൻ്റെ ആപ്പ് എടുത്ത് അതിൽ നിങ്ങൾ ടെക്നിക്കൽ സെക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് അതിൽ ആ ബാച്ച് കാണാം. നിങ്ങൾക്ക് നേരിട്ട്
സ്ഥലത്തിൻ്റെ ആപ്പിൽ നിന്ന് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് മെക്കാനിക്കലും ഇലക്ട്രിക്കലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് വരുന്നു, ഒരു ഇലക്ട്രിക്കലാർക്ക് മെക്കാനിക്കലാർക്ക് ഇലക്ട്രിക്കലും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ബേസിക്സ് നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.